SFIയുടെ ലോക്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയ സിൻഡിക്കേറ്റ് അംഗത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI മാർച്ച്. ജലപീരങ്കി പ്രയോഗമുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, സംഘർഷത്തിലേക്ക് കടക്കുകയാണോ കാര്യങ്ങൾ? സ്മിത, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ SFI പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് ലോക്ഭവന്റെ ഭാഗത്തേക്ക് ചാടുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ രണ്ട് SFI പ്രവർത്തകർ ഇതിനു മുൻപ് ബാരിക്കേഡുകൾ ചാടി കടന്നിരുന്നു. അതിനുശേഷം അവരെ പോലീസ് തള്ളി മാറ്റിയിരുന്നു. എന്നാൽ വീണ്ടും ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുള്ള പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം TG വിനോദ് കുമാർ നായരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മാർച്ച് SFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഗവർണറുടെ പ്രതിനിധി, അതായത് BJP പ്രതിനിധി TG വിനോദ് കുമാർ നായർക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് കണ്ട് കഴിഞ്ഞ ദിവസം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ പ്രതിഷേധം. ഇത്തരത്തിൽ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന പോസ്റ്റിന്റെ ബലത്തിലായിരുന്നു അദ്ദേഹത്തെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. എന്നാൽ ഈ പോസ്റ്റ് ഇപ്പോൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ പോസ്റ്റിൽ നിന്ന് അദ്ദേഹം അയോഗ്യനായി കണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയ സാഹചര്യത്തിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള ചുമതലയിൽ ഇരിക്കാനായി അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നുള്ള ആരോപണമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFIയും അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. എന്തായാലും SFI പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് ചാടിക്കടന്ന് ഇപ്പോൾ അപ്പുറത്തേക്ക് എത്തി. പക്ഷേ പോലീസ് അവരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ലോക്ഭവന്റെ സമീപത്തേക്ക് പോകാതെ തന്നെ അവരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ലോക്ഭവനിൽ പോകാതെ ഇവരെ പോലീസ് ഇപ്പോൾ വളഞ്ഞ് പിടിച്ചിരിക്കുകയാണ് ഈ ബാരിക്കേഡിന് അപ്പുറം. എന്തായാലും ബാരിക്കേഡ് ചാടിക്കടന്ന് വനിതാ SFI പ്രവർത്തകർ അടക്കമുള്ളവർ ബാരിക്കേഡ് ചാടിക്കടന്ന് ഇപ്പോൾ ഈ ലോക്ഭവനിൽ മുന്നിലേക്കുള്ള വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും സമരത്തിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല. പോലീസ് ഇപ്പോൾ എന്തായാലും അവരെ അതിൽ നിന്ന്, അതായത് ബാരിക്കേഡ് ചാടിക്കടന്നെങ്കിലും അതിൽ നിന്ന് തുടർന്ന് ലോക്ഭവന് സമീപത്തേക്ക് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞിട്ടുണ്ട്. സ്മിത. ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡിന് മറികടന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, പ്രതിഷേധക്കാർ, SFI പ്രവർത്തകർ അത് കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ജലപീരങ്കി പ്രയോഗം ഉൾപ്പെടെ പോലീസിന് അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാകുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ബാരിക്കേഡുകൾ മറികടന്ന് അവർ പോയെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല എന്ന് തോന്നുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ആണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.